السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وآله وصحبه أجمعين. أما بعد. ആദരണീയരായ ജമാഅത്ത് പ്രസിഡന്റ്, ജമാഅത്ത് സെക്രട്ടറി, മറ്റു ഭാരവാഹികളെ, ആലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, മറ്റു മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധവും പരിപാവനവുമായ റബീഉൽ അവ്വലിലെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുബ്ബുർ റസൂൽ കോൺഫറൻസിന് ഒരുമിച്ച് കൂടിയ നാം എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിന് പാത്രമാകാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുദീർഘമായി ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ പ്രവാചകരാണ് ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല, അവിടുത്തെ വഫാത്തിന് ശേഷവും നാളെ ഖിയാമത്ത് നാളിൽ വരുമ്പോഴും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളും ഇസ്ലാമിക പണ്ഡിതന്മാരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ട ഒരു വിഷയമാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം ചേർന്നു കിടക്കുന്ന പരിശുദ്ധമായ മദീനയിലെ പരിശുദ്ധമായ റൗള ശരീഫിന്റെ ആ മണ്ണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ആ ഭൂമിയെ സ്പർശിച്ചുകൊണ്ട് കിടക്കുന്ന ആ മണ്ണാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും ഏറ്റവും ഉത്കൃഷ്ടമായ മണ്ണ്. കഅബയേക്കാൾ, അർശിനേക്കാൾ, കുർസിനേക്കാൾ, ലൗഹിനേക്കാൾ, അങ്ങനെ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠകരമായ വസ്തുക്കൾ എന്തൊക്കെയുണ്ടോ അതിനേക്കാളൊക്കെയും അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഭൂമിയിൽ ചേർന്ന് കിടക്കുന്ന മണ്ണാണ് മണ്ണുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായത്. ഇതിൽ ഒരു മുഅ്മിനിന് സംശയിക്കാനേ പാടില്ല. അജ്മഅത്തുൽ ഉമ്മ, മുസ്ലിം പണ്ഡിതന്മാർ ഏകസ്വരത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയമാണ്. അങ്ങനെയുള്ള ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ അല്ലാഹുവിന്റെ അടുക്കൽ നമ്മുടെ സ്ഥാനവും പദവിയും ഉയരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറയുമ്പോൾ ആ മദ്ഹ് പറയുന്ന വ്യക്തിക്ക് അല്ലാഹു തആല അല്ലാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ പദവി നൽകുകയാണ്. നാളെ മഹ്ശറിൽ സിറാത്തുൽ മുസ്തഖീമിൽ വരുമ്പോൾ
സിറാത്ത് എന്ന പാലത്തിലേക്ക് നാം കടക്കുമ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും പ്രശംസിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് സലാമുകൾ അർപ്പിച്ച ഒരു വ്യക്തിയാണ് സിറാത്തിന്റെ പാലത്തിന്റെ സമീപത്ത് വരുന്നതെങ്കിൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, ഇന്ന സിറാത്ത ലയസ്തഹി അൻ യുസില്ല അബ്ദൻ സ്വല്ലല്ലാഹു വസല്ലം അലാ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകരുടെ മേൽ സ്വലാത്ത് സലാമുകൾ അർപ്പിച്ച ഒരു വ്യക്തി സിറാത്ത് എന്ന പാലത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആ വ്യക്തിയെ ആ പാലത്തിൽ നിന്നും കാല് തെറ്റിച്ചുകൊണ്ട് നരകത്തിലേക്ക് ഇടാൻ സിറാത്ത് എന്ന പാലത്തിന് കഴിയില്ല. ആ പാലത്തിന് ലജ്ജയാണ്, നാണമാണ്. കാരണം എന്റെ പാലത്തിൽ, എന്റെ ഈ മടിത്തട്ടിൽ, എന്റെ മുതുകിൽ കാല് വെച്ചിരിക്കുന്നത് ലോകം മുഴുവൻ സൃഷ്ടിക്കാൻ കാരണക്കാരായ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാഴ്ത്തിയ ആളാണ്, പുകഴ്ത്തിയ ആളാണ്, പ്രകീർത്തിച്ച ആളാണ്. അതുപോലെ ഹൗദുൽ കൗസറിന്റെ സമീപത്തേക്ക് വരുമ്പോൾ ഹൗദുൽ കൗസർ എന്ന പാനീയം അത് കുടിക്കാൻ വേണ്ടി അവിടത്തേക്ക് എത്തുന്ന ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തു സലാമുകൾ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ, നബിയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലിയിട്ടുള്ള ആളാണെങ്കിൽ, ഇന്നൽ ഹൗള ലയസ്തഹി അല്ലാ യശ്റബ അബ്ദൻ സ്വല്ലല്ലാഹു അലാ റസൂലില്ലാഹ്. നബിയുടെ മേൽ സ്വലാത്തു സലാമുകൾ ചൊല്ലിയ ഒരു വ്യക്തിക്ക് വെള്ളം കൊടുക്കാതിരിക്കാൻ ഹൗളിന് വല്ലാത്ത ലജ്ജയാണ്, നാണമാണ്. അതുപോലെ അർശിന്റെ സമീപത്തെത്തുമ്പോൾ മഹ്ശറയിൽ അർശിന്റെ തണൽ ലഭിക്കാതെ വന്നാൽ അവിടെയുള്ള അവസ്ഥ വളരെ ഭീതിജനകമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ അർശിന്റെ സമീപത്തേക്ക് വരുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്തു സലാമുകൾ ചൊല്ലിയിട്ടുള്ള ആളാണെങ്കിൽ അവർക്ക് അർശിന്റെ തണൽ കൊടുക്കാതിരിക്കാൻ ഒരിക്കലും അർശിന് കഴിയില്ല. അർശിന് ലജ്ജയാണ്, നാണമാണ്. ഇതുപോലെ ഇന്നൽ ജന്നത ലയസ്തഹി വഅന്നൻ നാറ യസ്തഹി, സ്വർഗ്ഗം നാണിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയ വ്യക്തിയെ ആ സ്വർഗ്ഗത്തേക്ക് കടത്താതിരിക്കാൻ. അതുപോലെ നരകം, ആ നരകത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തിയ വ്യക്തിയെ പ്രവേശിപ്പിക്കുവാനും നരകത്തിന് നാണമാണ്. മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷ വേണമോ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ഹബീബായ മുത്തുനബിയെ എത്രത്തോളം നാം പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യുന്നുവോ, ആ ഹബീബായ മുത്തുനബിയെ എത്രത്തോളം സ്നേഹിക്കുന്നുവോ, ആ ഹബീബായ മുത്തുനബിയുടെ തിരുസുന്നത്തുകൾ അനുസരിച്ച് നാം ജീവിതം ചിട്ടപ്പെടുത്തുന്നുവോ, അതനുസരിച്ച് മാത്രമാണ് നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ടാവുക. അതിനാൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളമായി സ്നേഹിക്കുകയും ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കാൻ ഹബീബായ മുത്തുനബിയുടെ പേരുള്ള സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, സലാമുകൾ വർദ്ധിപ്പിക്കുക, മദ്ഹുകൾ വർദ്ധിപ്പിക്കുക. മദ്ഹുകൾ പാരായണം ചെയ്യുന്ന സദസ്സുകളിൽ മദ്ഹ് പ്രവാചകൻ പഠിപ്പിക്കുന്നു, നിങ്ങൾ എന്തൊരു കാര്യം ചെയ്താലും ആ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും എൻ്റെ മുന്നിൽ അല്ലാഹു തആല ഹാജരാക്കും, എനിക്കത് കാണാൻ കഴിയും. നാം ഇവിടെ ഇരിക്കുന്ന, നാം ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഓരോ വ്യക്തികളും ചെയ്യുന്ന അമലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നു. ചെയ്യുന്ന അമലുകൾ അത് നല്ല അമലാണെങ്കിൽ, നന്മയുള്ള അമലാണെങ്കിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്, ആനന്ദമാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ഒരു മോശപ്പെട്ട പ്രവൃത്തി ചെയ്യുകയാണെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങാനാകാത്ത വിഷമവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതിനാൽ മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നുവെന്നും ഇഷ്ടപ്പെടുന്നുവെന്നും പറയുന്ന ആളുകൾ ഒരിക്കലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദനയുണ്ടാക്കുന്ന, ദുഃഖമുണ്ടാക്കുന്ന, മനപ്രയാസമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും ചെയ്യരുത്. എനിക്ക് എൻ്റെ ഹബീബിനോട് സ്നേഹമുണ്ടെങ്കിൽ
ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദനയുണ്ടാകുന്ന, മനപ്രയാസമുണ്ടാകുന്ന ഒരു കാര്യവും നമ്മിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല. അതിനാൽ ഓരോരുത്തരും എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഇതെന്റെ ഹബീബ് ഇഷ്ടപ്പെടുമോ, ഇതെന്റെ ഹബീബിന് സന്തോഷമുള്ള കാര്യമാണോ, അതല്ല വേദനയുള്ള കാര്യമാണോ എന്ന് ആലോചിച്ചും ചിന്തിച്ചുമായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുഴുവൻ പുരുഷായുസ്സും ചെലവഴിച്ചത് ഉമ്മത്തിന് വേണ്ടിയാണ്. നാളെ മഹ്ശറിൽ വരുമ്പോൾ നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും ഉമ്മത്തി 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 എന്നാണ് വിളിക്കുന്നത്. ഉമ്മത്തിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് സംസാരിക്കുന്നത്. നമ്മുടെ ഉയർച്ചയ്ക്കും നമ്മുടെ വിജയത്തിനും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന സുന്നത്തുകൾ അനുസരിച്ചായിരിക്കണം നാം ജീവിക്കേണ്ടത്. തഖല്ലഖൂ ബി അഖ്ലാഖിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയായിരുന്നു, ആ സ്വഭാവം നിങ്ങളുടെയും സ്വഭാവമായി മാറാൻ കഴിയണം, നിങ്ങളുടെ സ്വഭാവമാക്കി മാറ്റാൻ കഴിയണം. വിട്ടുവീഴ്ചയുള്ള, വിനയമുള്ള, ലാളിത്യമുള്ള ജീവിതമായിരിക്കണം നമ്മയുടേത്. മറ്റാരെയും കുറ്റപ്പെടുത്താത്ത, മറ്റാരെയും അസഭ്യം പറയാത്ത, മറ്റാരെയും ആക്ഷേപിക്കാത്ത, മറ്റാരെയും വേദനിപ്പിക്കാത്ത, മനസ്സുകൊണ്ട് പോലും വേദനിപ്പിക്കാത്ത നല്ല ചിന്തയുള്ള വിശാല ഹൃദയമുള്ള മനസ്സിന്റെ ആളുകളായിരിക്കണം. ലാ യുഅ്മിനു അഹദുകും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങൾ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ ആ കാര്യങ്ങളൊക്കെയും ലോകത്തുള്ള മറ്റെല്ലാവർക്കും കിട്ടണമെന്ന ആഗ്രഹമായിരിക്കണം നിങ്ങൾക്കുണ്ടാകേണ്ടത്. എനിക്ക് മാത്രം സന്തോഷം വേണം, എനിക്ക് മാത്രം ഉയർച്ച വേണം, ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നൊരു ചിന്ത ഒരു ശരിയായ മുഅ്മിനിന്റെ മനസ്സിൽ വരികയേയില്ല. ശരിയായ മുഅ്മിനാണെങ്കിൽ എനിക്കുണ്ടാകേണ്ട നേട്ടങ്ങളൊക്കെയും മറ്റുള്ളവർക്കും കിട്ടണം, എല്ലാവരും നന്മയിലാകണം, എല്ലാവരും സന്തോഷത്തിലാകണം, ആരും നശിച്ചു പോകരുത്, ആർക്കും വേദനയുണ്ടാകരുത് എന്ന വിശാലമായ ചിന്തയായിരിക്കണം മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ബിൽ മുഅ്മിനീന ഖൈറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മറ്റുള്ള എല്ലാവരെ കുറിച്ചും വിശിഷ്യ മുഅ്മിനീങ്ങളെ കുറിച്ച് നല്ല ഭാവന മാത്രമേ വെച്ച് പുലർത്താൻ പാടുള്ളൂ. ഒരു സംഭവം മാത്രം വിശദീകരിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ഒരു സഹാബി വരികയാണ്. സയ്യിദ് ഇബ്നു ഉസാമ റളിയല്ലാഹു തആല അൻഹു. സയ്യിദ് ഇബ്നു ഉസാമ റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സമരത്തിന് വേണ്ടി പറഞ്ഞു വിട്ടതാണ്. ആ സമരത്തിനിടയിൽ വെച്ചുകൊണ്ട് ഒരാൾ തന്റെ വാളിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഇസ്ലാമിനെ അങ്ങേയറ്റം ആക്ഷേപിക്കുകയും പ്രവാചകരായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാഴികയ്ക്ക് 40 വട്ടം അസഭ്യം പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു മനുഷ്യൻ ആ യുദ്ധത്തിനിടയിൽ വെച്ചുകൊണ്ട് തന്റെ വാളിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അയാൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല, പരിസരത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരാരുമില്ല. എന്റെ വാളിന്റെ മുന്നിലെത്തിയപ്പോൾ ആ അവസരത്തിൽ അയാൾ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പരിശുദ്ധ കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നു, ഞാൻ ഇസ്ലാമിന്റെ മെമ്പറാണ് എന്ന് അദ്ദേഹം തുറന്നു പ്രഖ്യാപിച്ചു. അല്പസെക്കൻഡ് മുമ്പ് വരെയും അല്പസമയം മുമ്പ് വരെയും ഇസ്ലാമിനെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും മുസ്ലിമീങ്ങളെ മുഴുവൻ കൊന്നെടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആ മനുഷ്യൻ ജീവൻ പോകുമെന്ന് ഉറപ്പുള്ള ഘട്ടത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞു. സയ്യിദ് റളിയല്ലാഹു തആല അൻഹു വിചാരിക്കുന്നത് ഇദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഷഹാദത്ത് കലിമ ചൊല്ലിയത് എന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് എന്ന് വിചാരിച്ച് അദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞു. ഈ സംഭവം സയ്യിദ് റളിയല്ലാഹു അൻഹു ഇത് ചെയ്തതിന് ശേഷം വല്ലാത്ത വിഷമമായി. പിന്നീട് കുറെ ദിവസങ്ങൾ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല. കാരണം ഷഹാദത്ത് കലിമ ചൊല്ലിയ ഒരു വ്യക്തിയാണല്ലോ ഞാൻ കൊന്നുകളഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിഷയം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് ചോദിച്ചു, അലാ ശഖഖത ഖൽബഹ, നീ അദ്ദേഹത്തിന്റെ ഹൃദയം തുറന്നു നോക്കിയിരുന്നോ? നീ എന്തിനാണ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത്? ഇന്നലെ വരെയും അല്പ സെക്കൻഡ് മുമ്പ് വരെയും
ഇസ്ലാമിനെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്ന ആളാണ്, ശരി തന്നെ. പക്ഷേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പറഞ്ഞതായിക്കൂടെ? നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ആലോചിക്കുകയാണെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് എന്ന് 100% നമ്മൾ ഉറപ്പിക്കും. അല്ല, യഥാർത്ഥത്തിൽ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയായിക്കൂടെ എന്ന ഒരു ചാൻസ് അവിടെ നാം കൊടുക്കില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ദേഹം ആത്മാർത്ഥമായിട്ട് ആയിക്കൂടെ. അങ്ങനെ ഷഹാദത്ത് കലിമ ചൊല്ലിയത് അദ്ദേഹത്തിന്റെ ഹൃദയം നീ തുറന്നു നോക്കിയില്ലായിരുന്നല്ലോ, അതുകൊണ്ട് നീ ചെയ്ത തെറ്റായി പോയി ചെയ്തേ. പ്രിയമുള്ള മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റേതെങ്കിലും ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യുമ്പോൾ അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അതിന് നമുക്ക് നല്ല രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ 99% സാധ്യതകളുണ്ട്. അതിൽ 1% മാത്രമേ തെറ്റായി വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ളൂ എങ്കിൽ, അല്ല 99% തെറ്റായി വ്യാഖ്യാനിക്കാൻ സാധ്യത ഉണ്ടാവുകയും 1% മാത്രമേ നല്ല രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുകയുള്ളൂ എങ്കിൽ പോലും ആ 1%-ത്തിനാണ് മുഅ്മിനീങ്ങൾ മുൻഗണന കൊടുക്കേണ്ടത്. അദ്ദേഹം ചെയ്തത് ഇന്നതുകൊണ്ടായിരിക്കാം, എപ്പോഴും നല്ലത് മാത്രം വെച്ച് പുലർത്തുക. ഇപ്പോൾ ഇവിടെ ഈ സദസ്സിലേക്ക് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നടത്തപ്പെടുന്ന ഈ സദസ്സിലേക്ക് ഈ മഹലിലുള്ള മുഴുവൻ ആളുകളും പങ്കെടുക്കേണ്ടതാണ്. കാരണം ഈ പരിപാടി ഈ മഹലിലുള്ള എല്ലാവരുടെയും പരിപാടിയാണ്. അപ്പോൾ ഈ പരിപാടിയിലേക്ക് ആരെങ്കിലും വരാതെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ വരാത്തത് കൊണ്ട് ഇന്നതുകൊണ്ടാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത്, കുറ്റപ്പെടുത്തരുത്. അവർക്ക് വരാതിരിക്കാൻ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായേക്കാം, ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായേക്കാം, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായേക്കാം എന്ന് മാത്രമേ നാം വിചാരിക്കാൻ പാടുള്ളൂ. മറ്റൊരു തെറ്റായ വിചാരവും ഒരാളെ കുറിച്ചും വിചാരിക്കരുത്. അങ്ങനെ എല്ലാ മേഖലയിലും എല്ലാ മുഅ്മിനീങ്ങളെ കുറിച്ചും നല്ലത് മാത്രം വെച്ച് പുലർത്തുകയും അവരെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുകയും മറ്റുള്ളവർക്ക് നല്ലത് മാത്രം നാം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ലോകത്തുള്ള എല്ലാവരും നന്മയിലേക്ക് വരണമെന്ന വിശാല ഹൃദയത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ വൈശിഷ്ട്യത്തോടെ ജീവിക്കാൻ നാം കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ചുരുക്കുകയാണ്. ഇനി ശേഷമുള്ള പ്രധാന പരിപാടിയിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടിയിൽ പങ്കെടുത്ത, ഇതുമായി സഹകരിച്ച, ഇതിനുവേണ്ടി സഹായങ്ങൾ ചെയ്തിട്ടുള്ള, മാസങ്ങളായി ഈ പരിപാടിയിൽ വിജയത്തിന് വേണ്ടി ഓടി നടക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ശേഷം വിശാലമായ ദുആ ഉണ്ടാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.